നമസ്കാരം. RP തോട്ട്സ് എന്ന ഈ പരമ്പരയിൽ പേരങ്ങനെയാണെങ്കിലും സാധാരണ നമ്മൾ പൊതുവിഷയങ്ങളാണ് ചർച്ചയ്ക്കെടുക്കാറ്. പൊതുവിഷയങ്ങളിൽ അപ്പോൾ വളരെ പ്രസക്തമായ വിഷയങ്ങളിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും മറ്റു കാര്യങ്ങളുമൊക്കെ പ്രേക്ഷകരുമായി പങ്കുവെക്കുകയാണ് പതിവ്. പക്ഷേ ഇന്നത്തെ ഈ എപ്പിസോഡ് ഒരല്പം വ്യത്യസ്തമാണ്. ഇതിൽ ശരിക്കും എൻ്റെ ചില ചിന്തകൾ ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുന്നത്. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് നമ്മുടെ സർക്കാർ ചെയ്യേണ്ട ചില കാര്യങ്ങൾ, ഇതുവരെ ചെയ്യാത്ത ചില കാര്യങ്ങൾ, അത്യാവശ്യമായി എടുക്കേണ്ട ചില നടപടികൾ, ഇതിനെക്കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഒരുപക്ഷെ അതിനോട് യോജിപ്പും വിയോജിപ്പും ഉണ്ടാകാം. അത് തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ്, രണ്ടാണെങ്കിലും. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് നമ്മൾ ധാരാളം ചർച്ച ചെയ്തു കഴിഞ്ഞു. തത്വമയിൽ തന്നെ അതിൻ്റെ സാമൂഹിക പ്രത്യാഘാതങ്ങളെക്കുറിച്ച്, പ്രസക്തിയെക്കുറിച്ച്, സാമ്പത്തിക പ്രത്യാഘാതങ്ങളെക്കുറിച്ച്, അതിൻ്റെ വഴികളെക്കുറിച്ചൊക്കെ നമ്മൾ ഇതിനോടകം ചർച്ച ചെയ്തു കഴിഞ്ഞു. ശരിക്കും ഓപ്പറേഷൻ സിന്ദൂർ ഒരു സൈനിക നടപടി മാത്രമായിരുന്നില്ല. ഭാരതം എന്ന രാജ്യം എന്താണ് എന്ന് സ്വന്തം പൗരന്മാരെയും ലോകത്തെയും ബോധ്യപ്പെടുത്തി കൊടുത്ത ഒരു വളരെ സ്പെഷ്യലായിട്ടുള്ള, ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ തന്നെ ഇടം പിടിക്കാവുന്ന ഒരു ഓപ്പറേഷൻ, ഒരു സൈനിക നടപടിയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. അമേരിക്കയെ എടുക്കുക, അമേരിക്ക പോലെയുള്ള വൻ രാജ്യങ്ങളെ എടുക്കുക. ഇല്ലാത്ത ജൈവായുധത്തിൻ്റെ പേരിൽ ഒരു രാജ്യത്തെ തന്നെ, ഇറാഖിനെ തന്നെ നശിപ്പിച്ച അമേരിക്കയെ പോലെയോ, അല്ലെങ്കിൽ ഉക്രൈൻ പോലെയോ ഒരു രാജ്യവുമായി 3 വർഷമായി യുദ്ധം നടത്തുന്ന റഷ്യയെ പോലെയോ, തങ്ങൾക്കുള്ള എല്ലാ ബോർഡറിൽ, തങ്ങളുടെ അതിർത്തി പ്രദേശത്തുള്ള എല്ലാ രാജ്യങ്ങളുമായും തർക്കം നടക്കുന്ന ചൈനയെ പോലെയോ, ലോകമെമ്പാടും അക്രമവും വലിയ തോതിൽ നിരപരാധികളുടെ ജീവനും വില പറയുന്ന, അല്ലെങ്കിൽ അവരുടെ ജീവനും ഇല്ലാതാക്കുന്ന അക്രമങ്ങൾ നടത്തുന്ന ഇസ്ലാമിക രാജ്യങ്ങളെ പോലെ ഒന്നുമല്ല ഭാരതം. ഭാരതത്തിൻ്റെ ശക്തി എന്താണെന്ന് ഭാരതത്തിന് തിരിച്ചറിയാവുന്നതുകൊണ്ട് അതിൽ വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്ത് സ്വന്തം പ്രതിരോധവും സ്വന്തം ശക്തിയും എതിരാളിയെ അടിച്ചിരുത്താൻ സാധിക്കുന്ന തരത്തിലുള്ള വേണ്ടത് മാത്രം ഉപയോഗിക്കുന്ന ഒരു ഉത്തരവാദിത്വമുള്ള ഒരു രാജ്യമായിട്ടാണ് ഇന്ന് ഭാരതം ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്നത്. അതാണ് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ പ്രസക്തി. പക്ഷേ നമ്മൾ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട 2-3 കാര്യങ്ങളുണ്ട്. കാരണം ഓപ്പറേഷൻ സിന്ദൂർ മാത്രമല്ല, നമ്മളുടെ രാജ്യത്തുണ്ടാകുന്ന ഈ കുഴപ്പങ്ങളുടെ എല്ലാം അടിസ്ഥാന കാരണം എന്താണ് എന്ന് നമുക്ക് ഏതാണ്ട് ബോധ്യമുണ്ട്. ഇസ്ലാമിക തീവ്രവാദമാണ്. ആ ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ ശല്യം ഇല്ലാതാക്കിയാൽ മാത്രമേ, അല്ലെങ്കിൽ അതിനെ ഒരുപക്ഷെ മറികടക്കാൻ, നമ്മുടെ രാജ്യത്തിന് അത് മറികടക്കാൻ സാധിച്ചാൽ മാത്രമേ നമ്മൾക്ക് ഈ പറയുന്ന വികസനത്തിലേക്കും വികസിത് ഭാരത് എന്നുള്ള നമ്മളുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ആത്യന്തികമായ സ്വപ്നത്തിലേക്കും ഒക്കെ നമ്മൾക്ക് വളരെ വേഗം എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അതിൽ നിരവധി കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. കുറേ കാര്യങ്ങൾ സർക്കാർ ഇപ്പോൾ ചെയ്യുന്നുമുണ്ട്. പക്ഷേ ഇതുവരെ ചർച്ച ചെയ്യപ്പെടാത്ത 1-2 വിഷയങ്ങൾ അത്യാവശ്യമായിട്ടുള്ളതാണ് ഇന്ന് പറയുന്നത്. ഒന്ന്, ഭാരതത്തിൽ ഹമാസ് എന്ന തീവ്രവാദി ഭീകരവാദി സംഘടനയെ എത്രയും പെട്ടെന്ന് നിരോധിക്കണം. അതാണ് ഒന്നാമത്തെ ആവശ്യം. ഹമാസിന് യഥാർത്ഥത്തിൽ ഭാരതത്തിൽ എന്താണ് കാര്യം? ഭാരതത്തിൽ ഇപ്പോൾ PFI പോലെ, പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള ഒരു ഭീകര സംഘടനയെ നിരോധിച്ചതിന് ശേഷം PFIയുടെ മുൻകാല പ്രവർത്തകരും മുൻകാല അനുഭാവികൾക്കും ഇപ്പോൾ ഒരുമിച്ച് ചേരാനുള്ള ഒരു വേദിയായിട്ട് മാറുകയാണ് പാലസ്തീൻ വിഷയവും അതേപോലെ ഹമാസ് അനുകൂല നിലപാടുകളും. നമ്മളിത് നിരവധി തവണ കണ്ടിട്ടുണ്ട്. പാലസ്തീനിൽ ഇന്ന് നടക്കുന്നത് എന്താണ് എന്ന് ലോകരാജ്യങ്ങൾക്ക് ബോധ്യമുണ്ട്. പാലസ്തീനിലെ സാധാരണക്കാരായ ജനങ്ങൾ പോലും ഹമാസ് എന്ന സംഘടനയെ തള്ളിപ്പറയുന്ന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട്. ഒക്ടോബർ 7 ആ ഒരു ഇസ്രായേലിന് നേരെ നടത്തിയ ആക്രമണം, അത് വെറും ആക്രമണമായിരുന്നല്ല, ഒരു കാടൻ ഭീകരാക്രമണമായിരുന്നു. ആ ആക്രമണത്തിന് ശേഷം ഹമാസിന് പാലസ്തീനിലെ ജനങ്ങൾക്കിടയിൽ പോലും വേണ്ടത്ര പിന്തുണ ഇന്ന് കിട്ടുന്നില്ല. ആ ഹമാസിനെയാണ് ഇവിടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റ് ചില ഭാഗങ്ങളിലൊക്കെ പൊക്കിക്കൊണ്ട് നടക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, 2023 ഹമാസിൻ്റെ വളരെ സീനിയറായിട്ടുള്ള നേതാവ് ഖലീദ് മാർഷൽ നമ്മുടെ ഈ കേരളത്തിൽ നടന്ന ഒരു യോഗത്തിൽ ഓൺലൈനായി പങ്കെടുത്തത് വലിയ വിവാദമായിരുന്നു. ഹമാസിൻ്റെ നേതാവ് കേരളത്തിൽ ജനങ്ങളോട് സംസാരിക്കുകയാണ്. ഭാഷ വേറെയാണ്, സംസ്കാരം വേറെയാണ്, പറയുന്ന കാര്യങ്ങളുടെ പശ്ചാത്തലം വേറെയാണ്. പക്ഷേ അയാൾ പ്രസംഗിക്കുന്നത് കേരളത്തിലെ ജനങ്ങളോടാണ്. ഇവർക്ക് ഇസ്ലാമിക തീവ്രവാദത്തിനും ജൂതവിരോധത്തിനും വംശീയ വെറിക്കും അപ്പുറം മറ്റ് കാര്യങ്ങൾ യാതൊന്നും തന്നെ ഇല്ല കോമണായിട്ട്, അല്ലെങ്കിൽ അവർക്ക് പരസ്പരം ഇഴചേരാവുന്ന, അല്ലെങ്കിൽ പരസ്പരം അവർക്ക് താതാത്മ്യം പ്രാപിക്കാവുന്ന വിഷയങ്ങൾ ഇതൊക്കെ മാത്രമാണ്. ജൂതവിരോധം, വംശീയ വിരോധം, അതേപോലെ ഇസ്ലാമിക തീവ്രവാദം, ഈ 3 കാര്യങ്ങളാണ്.
ഇതെങ്ങനെയാണ് കേരളത്തിൽ പ്രസക്തമാകുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരവും ചില ഇസ്ലാമിക സംഘടനകൾ ഈ കാലഘട്ടത്തിൽ കേരളത്തിൽ നടത്തിയ പ്രകടനങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ്. അതിലൊരു പ്രകടനം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, കോഴിക്കോട് നടന്ന പ്രകടനമാണ്. ആ പ്രകടനത്തിൽ അത് പാലസ്തീനിൽ നടക്കുന്ന കുഴപ്പങ്ങളുടെ പേരിൽ പാലസ്തീൻ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പ്രകടനമായിരുന്നു. ആ പ്രകടനത്തിൻ്റെ ബാനറിൽ ഹമാസിൻ്റെ പേരുണ്ടായിരുന്നു. ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് IDF എന്ന് പറയുന്ന ഇസ്രയേലി സേനയ്ക്കെതിരെയുള്ള മുദ്രാവാക്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതോടൊപ്പം ഹിന്ദുത്വ ഭീകരതയ്ക്കെതിരെയുള്ള മുന്നറിയിപ്പുകളും ഉണ്ടായിരുന്നു. ഹിന്ദുത്വയ്ക്കും RSSനും ഒക്കെ ഹമാസ് റാലിയിലോ അല്ലെങ്കിൽ പാലസ്തീൻ വിഷയത്തിലോ എന്താണ് ബന്ധമെന്ന് ആരും ചോദിച്ചില്ല. പക്ഷേ ഇത് വളരെ കൃത്യമായി ഒരു ഗൂഢ പദ്ധതിയുടെ ഭാഗമാണ് എന്ന് ഞാൻ അടിവരയിട്ട് പറയും. ഹിന്ദുത്വയെയും സയണിസം എന്ന് പറയുന്ന ജൂത വംശീയ ഫണ്ടമെൻ്റലിസത്തെയും ഒരുമിച്ച് ഒരേ വേദിയിൽ അല്ലെങ്കിൽ ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാക്കി അവതരിപ്പിക്കാനുള്ള ഒരു ഗൂഢ പദ്ധതിയുടെ ഭാഗമായിരുന്നു ആ പ്രകടനമെന്ന് ഞാൻ പറയും. സയണിസത്തിൻ്റെ പേര്, സയണിസം വളരെ നെഗറ്റീവായ ഒരു ടേമാണ്, ആഗോളതലത്തിൽ ഉപയോഗിക്കുന്ന ടേമാണ്. ജൂതരുടെ ഒരു മായ ആധിപത്യത്തെ അല്ലെങ്കിൽ അവരുടെ ഒരു വംശീയ വെറി എന്ന് ഇവരൊക്കെ പറയുന്നതിനെ വിശേഷിപ്പിക്കുന്ന ഒരു പദമായിട്ട് അത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിനെ ഹിന്ദുത്വ രാഷ്ട്രീയവുമായിട്ടും ഹിന്ദുത്വ എന്ന വാക്കുമായിട്ടും അതിനെ ഒരുമിച്ച് ചേർക്കാനും ഒരു നാണയത്തിൻ്റെ രണ്ട് വശമാക്കാനുമുള്ള കൃത്യമായ പദ്ധതി തന്നെയായിരുന്നു ആ ബാനറും ആ പ്രകടനങ്ങളും. അതിൻ്റെ പിന്നാലെ സംഭവിച്ച എന്താണ് എന്ന് നിങ്ങൾക്കറിയാം. ആലപ്പുഴയിൽ ഒരു പ്രകടനത്തിൽ അവലും മലരും കുന്തിരിക്കോ ഒക്കെ വാരി സൂക്ഷിച്ചു വീട്ടിൽ വെച്ചോളാൻ ഒരു കുട്ടിയെ കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിച്ചതും അമ്പലനടയിൽ വൈകുന്നേരം പച്ചയ്ക്ക് കെട്ടിത്തൂക്കുമെന്നും ഒക്കെ പറഞ്ഞത് RSS BJP അല്ലെങ്കിൽ ഹിന്ദുത്വ വിരോധമല്ല, അത് മറിച്ച് ഹിന്ദു വിരോധമാണ്. ഈ ഹിന്ദു വിരോധം ഇവിടെ ആളിക്കത്തിക്കാനുള്ള കൃത്യമായ ഒരു ഗൂഢപദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ ഹമാസ് അനുകൂലികൾ ഭാരതത്തിൽ പ്രവർത്തിക്കുന്നത്, പ്രത്യേകിച്ച് കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. ഇത് കൃത്യമായി ഞാൻ വീണ്ടും അടിവരയിട്ട് പറയുന്നു, ഇതൊരു ഗൂഢപദ്ധതി തന്നെയാണ്. ശരിക്കും സംഘീ വിരോധം, RSS വിരോധം, BJP വിരോധം എന്നൊക്കെ പറഞ്ഞു തുടങ്ങുന്നത്, എത്തി നിൽക്കുന്നത് അല്ലെങ്കിൽ എത്തുന്നത് അല്ലെങ്കിൽ എത്തിക്കുന്നത് ഹിന്ദു വിരോധത്തിലാണ് അല്ലെങ്കിൽ അന്യ മതവിരോധത്തിൽ, അന്യ സമൂഹ വിരോധത്തിലാണ് എന്ന് കൃത്യമായിട്ട് ഒരിക്കൽ കൂടി തെളിയുകയാണ് ഈ ആൾക്കാർ ചെയ്യുന്ന പ്രവർത്തികളിലൂടെ. ഈ പ്രവർത്തികൾക്കൊക്കെ ഇവർ കൂട്ടുപിടിക്കുന്നതാകട്ടെ പാലസ്തീനാണ്, പാലസ്തീനിലെ ഹമാസിനെയാണ്. ഹമാസിനെ വീര ആരാധനയോടുകൂടി പൊക്കി കാണിക്കുകയും ഇപ്പോൾ കഴിഞ്ഞ ഈ വർഷം തന്നെ ഫെബ്രുവരിയിൽ ഒരു പാലക്കാട് നടന്ന ഒരു മോസ്കിലെ ഉറൂസ് ആണെന്ന് തോന്നുന്നു, അവിടുത്തെ ഒരു ആഘോഷ പരിപാടിയുമായി ബന്ധപ്പെട്ട ആനയുടെ പുറത്ത് ഫ്ലെക്സ് മായിട്ട് അത് ഈ ദേവീദേവന്മാരുടെ ചട്ടമൊക്കെ കയറ്റുന്ന പോലെ രണ്ട് ഹമാസ് നേതാക്കന്മാരുടെ, യാഹ്യ സിൻവറുടെയും ഇസ്മായിൽ ഹാനിയ എന്ന് പറയുന്ന രണ്ട് ഹമാസ് നേതാക്കന്മാരുടെ ചിത്രങ്ങളാണ് ആനപ്പുറത്തേറ്റി അവിടെ നഗരപ്രദക്ഷിണം നടത്തിയത്. എന്ത് ബാലിശം അല്ലെങ്കിൽ എന്ത് വിഡ്ഢിത്തം നിറഞ്ഞ എന്ത് മര്യാദഘട്ട പ്രവൃത്തിയാണ് ഇത് എന്ന് നിങ്ങൾ ആലോചിക്കുക. ഇതാണ് ഹമാസിനെ കേരളത്തിൽ പൊക്കിക്കൊണ്ട് നടക്കുന്നതിൻ്റെ ഒരു പശ്ചാത്തലം. ഇനി ആരാണ് ഈ ഹമാസ്? ഹമാസ് എണ്ണം പറഞ്ഞ ഒരു ഭീകര സംഘടനയാണ് എന്നുള്ള കാര്യത്തിൽ നമ്മൾക്കാർക്കും യാതൊരു സംശയവുമില്ല. ഇനി സംശയമുള്ളവർക്ക് വേണ്ടി അടുത്ത തെളിവ് കൂടി പറയുന്നു. ഈ കഴിഞ്ഞ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ പാകിസ്ഥാൻ ഒക്യുപ്പൈഡ്, പാകിസ്ഥാൻ അധിനിവേശ കശ്മീരിൽ നടന്ന ഭീകര സംഘടനയുടെ യോഗത്തിൽ പങ്കെടുത്ത ഒരു സംഘടന ഹമാസാണ്. അവിടെ കൂടെ പങ്കെടുത്ത സംഘടനകൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ജെയ്ഷെ മുഹമ്മദ്, ഹിസ്ബുൾ മുജാഹിദീൻ തുടങ്ങിയ സംഘടനകളാണ്. ലഷ്കർ-ഇ ത്വയ്ബയാണ് ആതിഥ്യം വഹിച്ചത്. ആരാണ് ഈ ലഷ്കർ-ഇ ത്വയ്ബയും ഹിസ്ബുൾ മുജാഹിദീനും ജെയ്ഷെ മുഹമ്മദും? ഭാരതത്തെ ഛിന്നഭിന്നമാക്കാൻ, ഭാരതത്തിൽ അനേകായിരം നിരപരാധികളുടെ ചോരയൊഴുക്കിയ, ഭാരതത്തിൽ ഇസ്ലാമിക വിപ്ലവം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്ന, ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന, റെഡ് ഫോർട്ടിൽ പാകിസ്ഥാൻ്റെ പതാക ഉയർത്തുമെന്ന് പറയുന്ന, എന്തിന് ഏറ്റവും അവസാനം പഹൽഗാമിൽ വെറും നിരപരാധികളായ ഹിന്ദു ടൂറിസ്റ്റുകളുടെ ജീവൻ എടുത്ത അതേ സംഘടനകളുടെ അച്ചുതണ്ടാണ് ഈ യോഗങ്ങൾ സംഘടിപ്പിച്ചത് പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കശ്മീരിൽ. ആ യോഗത്തിൽ പങ്കെടുത്ത ഒരു സംഘടന ഹമാസ് ആയിരുന്നു. ആ ഹമാസ് ഭീകര സംഘടനയല്ലെങ്കിൽ പിന്നെ എന്താണ്? ഇനി മറ്റൊരു കാര്യം കൂടി, UN ഐക്യരാഷ്ട്രസഭയുടെ ഭീകര സംഘടനകളുടെ ലിസ്റ്റിൽപ്പെട്ട സംഘടനകളാണ് ഞാൻ ഈ പറഞ്ഞ സംഘടനകളെല്ലാം. അത്തരം സംഘടനകളുമായി ഒരു യോഗത്തിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് തന്നെ
ഈ തീവ്ര ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഹമാസ് എന്ന സംഘടനയെ ഒരു ഭീകര സംഘടനയായി പ്രഖ്യാപിക്കാനുള്ള കാരണമായി മാറുന്നില്ലേ? ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം എങ്കിലും ഭാരതം ഹമാസിനെ ഒരു ഭീകര സംഘടനയായി കാണണം. എത്രയും പെട്ടെന്ന് ഹമാസുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ഭാരതത്തിൽ നിരോധിക്കാനും ഭാരത സർക്കാർ തയ്യാറാകണം. ഇതാണ് ഒന്നാമത്തെ വിഷയം. ഇനി രണ്ടാമത്തെ കാര്യം, ഈ അട്ടാരി വാഗ ബോർഡറിൽ നടക്കുന്ന ഈ ഞാനത് പറയുന്നത് ക്ഷമിക്കണം, പക്ഷേ നമ്മുടെ സൈനികരെ ഉപയോഗിച്ച് നടത്തുന്ന ഈ ചവിട്ട് നാടകമാണ്. അതിനെ ചവിട്ട് നാടകം എന്നാണ് ഞാൻ വിളിക്കുന്നത്. ബീറ്റിംഗ് ദ റിട്രീറ്റ് എന്നാണ് അതിൻ്റെ പേര്. 1959 മറ്റോ തുടങ്ങിയ പരിപാടിയാണ്. എന്താണ് നമ്മളുടെ ആൾക്കാർ അവിടെ പോകുന്നു, ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ പോലെ. നമ്മളും പാകിസ്ഥാൻ റേഞ്ചേഴ്സ് എന്നാണ് പറയുന്നത്. ഇവിടെ പലരും തെറ്റിദ്ധരിക്കുന്ന പോലെ ഭാരതത്തിൻ്റെ പട്ടാളമല്ല അത് ഈ പങ്കെടുക്കുന്നത്, നമ്മളുടെ BSF ആണ് പങ്കെടുക്കുന്നത്. ഇരു കൂട്ടരും അവിടെ വലിയൊരു പ്രകടനമൊക്കെ നടത്തി പരസ്പരം വളരെ കോർഡിനേറ്റ് ചെയ്ത് അവസാനം ഷെയ്ക്ക് ഹാൻഡിൽ അവസാനിച്ച് പതാകകൾ രണ്ട് രാജ്യത്തെയും വൈകുന്നേരം താഴ്ത്തിക്കെട്ടുന്നതാണ് ഈ ചടങ്ങ്. 1959 ആരംഭിച്ചതാണ്. പലർക്കും അറിയില്ല, ഇത് വാഗാ ബോർഡറിൽ മാത്രമല്ല നടക്കുന്നത്. ഇത് മറ്റ് 2 സ്ഥലങ്ങളിലൂടെ ഇൻ്റർനാഷണൽ ബോർഡറിൽ, പാകിസ്ഥാനുമായിട്ടുള്ള ഇൻ്റർനാഷണൽ ബോർഡറിൽ ഈ പരിപാടി നടക്കുന്നുണ്ട്. ധാരാളം ടൂറിസ്റ്റുകളാണ് ഈ പരിപാടിയിൽ എത്തുന്നത്. ശരിക്കും ഇപ്പോൾ ഈ പഹൽഗാം കഴിഞ്ഞപ്പോൾ ഇത് നിർത്തിവെച്ചതാണ്. നേരത്തെ പുൽവാമ കഴിഞ്ഞപ്പോഴും അതിനു മുമ്പ് വാഗാ ബോർഡറിൽ തന്നെ ഒരു സൂയിസൈഡ് അറ്റാക്ക്, ഒരു ഇസ്ലാമിക തീവ്രവാദിയുടെ സൂയിസൈഡ് അറ്റാക്ക് ഉണ്ടായ ശേഷവും, ചാവേർ ആക്രമണം ഉണ്ടായ ശേഷവും ഇത് നിർത്തിവെച്ചിരുന്നു. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ഇത് വീണ്ടും തുടങ്ങിയ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ ഇതാ പഹൽഗാം അറ്റാക്കിന് ശേഷം നിർത്തിവെച്ചിരുന്ന ഈ ബീറ്റിംഗ് ദ റിട്രീറ്റ് എന്ന് പറയുന്ന ഈ നാടകം വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. ഈ നാടകം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം. അതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ പട്ടാളക്കാരെ ആരെയും നമ്മൾ ട്രെയിൻ ചെയ്തിരിക്കുന്നത് ഇത്തരം ഒരു നാടകം കളിക്കാനോ അല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിച്ചുകൊണ്ട് സ്റ്റെപ്പ് വെക്കാനോ അല്ല എന്നുള്ളതാണ്. നമ്മളവരെ പരിശീലിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തികൾ കാക്കാനും വേണ്ടി വന്നാൽ ശത്രുവുമായി പോരാടാനുമാണ്. ഇത്തരം ഒരു കാര്യത്തിന് വേണ്ടിയല്ല. ഇനി രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അത് നിങ്ങളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു പരിപാടിയിലൂടെ യഥാർത്ഥത്തിൽ നമ്മളും പാകിസ്ഥാനും ഏതാണ്ട് തുല്യ നിലയിലുള്ള 2 ആൾക്കാരാണ് എന്ന് നമ്മൾ വീണ്ടും വീണ്ടും പറയുകയല്ലേ ചെയ്യുന്നത്. നമ്മളും പാകിസ്ഥാനും തമ്മിൽ എന്ത് താരതമ്യമാണുള്ളത്? നമ്മളുമായി ഒരു യുദ്ധമുണ്ടായാൽ 1.5 ആഴ്ചയ്ക്കപ്പുറം ഒരു യുദ്ധം നേരെ ചൊവ്വേ നടത്താനുള്ള ഫ്യൂവൽ പോലും, അവരുടെ ടാങ്കിലും വിമാനത്തിലും അടിക്കാനുള്ള ഇന്ധനം പോലും ഇല്ലാത്ത, അതിനുവേണ്ടിയും വീണ്ടും ലോണിന് വേണ്ടി അന്യരാജ്യങ്ങളെ പിച്ചച്ചട്ടിയുമായി പോകേണ്ട ഒരു ദരിദ്ര രാജ്യമാണ് പാകിസ്ഥാൻ. എല്ലാ അർത്ഥത്തിലും മത തീവ്രവാദം കൊണ്ട് അന്ധരായ പട്ടാളക്കാരും പട്ടാള മേധാവികളും രാഷ്ട്രീയക്കാരും ഇന്ത്യ വിരോധം കൊണ്ട് മാത്രം ജീവിതം കഴിക്കുന്ന ഒരു പറ്റം ആൾക്കാരും ഉള്ള ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. വികസനത്തിൻ്റെ കാര്യത്തിലോ വ്യവസായങ്ങളുടെ കാര്യത്തിലോ സാമ്പത്തിക ഭദ്രതയുടെ കാര്യത്തിലോ ജനങ്ങളുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റിയുടെ കാര്യത്തിലോ ഭാരതവുമായി 7 അയലൊക്കത്ത് എത്താത്ത ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. വലിപ്പത്തിൻ്റെ കാര്യം പിന്നെ പറയുകയും വേണ്ട. അങ്ങനെ ഒരു രാജ്യവുമായി എല്ലാ പ്രകോപനങ്ങൾക്കും ശേഷം 1959 ഈ പരിപാടി ആരംഭിക്കുന്നു. അതിനുശേഷം നമ്മൾ 2 യുദ്ധങ്ങൾ കഴിഞ്ഞു. അതിനുശേഷം അല്ലാതെ കാർഗിൽ പോലെയുള്ള ഏറ്റുമുട്ടലുകൾ കഴിഞ്ഞു. അതിനുശേഷം നിരവധി തവണ ഭാരതത്തിനുള്ളിലേക്ക് കടന്നു കയറി തീവ്രവാദി ആക്രമണങ്ങൾ നടത്തി പാകിസ്ഥാൻ. ഇതിനെല്ലാം ശേഷം നമ്മൾ ഈ വൈകുന്നേരം ഈ കൈ കൊടുക്കാൻ വേണ്ടി ഈ ഡാൻസ് കളിയുടെ ആവശ്യം എന്താണ്? ഒരുപക്ഷെ അതിൻ്റെ പിന്നിലുള്ള ഒരു ചേതോവികാരം ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കാം. ഈ വാഗ അട്ടാരി ബോർഡറിലൊക്കെ സാധാരണക്കാരായ ഗ്രാമീണരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ടൂറിസ്റ്റുകൾ ധാരാളമായി എത്തുന്നത് അവർക്കൊരു വലിയ സഹായമാണ്. ഒരു പക്ഷേ അതാകാം കാരണം. പക്ഷേ ടൂറിസ്റ്റുകൾ അല്ലെങ്കിലും എത്തുമല്ലോ. നമ്മൾക്ക് തീർച്ചയായിട്ടും അവിടെ നമ്മളുടെ സൈന്യത്തിൻ്റെ, നമ്മളുടെ പാരാമിലിറ്ററി ഫോഴ്സസിൻ്റെ ശക്തി തെളിയിക്കാനുള്ള എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. ദേശസ്നേഹമുള്ള, ദേശസുരക്ഷയെക്കുറിച്ച് ബോധ്യമുള്ളവർ തീർച്ചയായും അത് തേടിയെത്തും. പാകിസ്ഥാനുമായിട്ടുള്ള ഈ കയ്യാങ്കളി കാണാൻ വേണ്ടി മാത്രം നമ്മളുടെ ടൂറിസ്റ്റുകൾ എത്തുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി ഏത് ഹീനമാർഗവും പ്രയോഗിക്കുന്ന പാകിസ്ഥാനുമായിട്ട് ഒരു തരത്തിലും നമ്മൾ താരതമ്യം ചെയ്യപ്പെടാൻ പാടില്ല. ഒരു തരത്തിലും അവരുമായിട്ടുള്ള ബന്ധം ഈ തരത്തിൽ സൗഹൃദപരമായി നിലനിർത്താൻ പറ്റുന്ന ഒരു അവസരവുമല്ല ഇത്. അതുകൊണ്ട് തന്നെ ഈ വാഗാ ബോർഡറിലെ ഈ വൈകുന്നേരത്തെ ഈ പരിപാടി എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ചാൽ നല്ലത്.
മൂന്നാമത് പറയണം എന്ന് ആഗ്രഹിച്ച ഒരു കാര്യം അതിപ്പോൾ തന്നെ സർക്കാർ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്, കേന്ദ്ര ഏജൻസികൾ തുടങ്ങിയിട്ടുണ്ട്. അത് ഇൻറ്റേർണൽ ക്ലീനപ്പാണ്. നമ്മളുടെ അകത്ത് അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യങ്ങളെ, ഞാൻ നിരവധി തവണ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. ഭാരതത്തിനുള്ളിലുള്ള പാകിസ്ഥാൻ തുരുത്തുകളെക്കുറിച്ച്, പാകിസ്ഥാൻ ദ്വീപുകളെക്കുറിച്ച്. പാകിസ്ഥാനാണ് എന്ന് സ്വയം കരുതി ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഇവിടെ. അവരെ നിലയ്ക്ക് നിർത്താനും രാജ്യസുരക്ഷയ്ക്കും രാജ്യത്തിൻ്റെ പൊതു താല്പര്യങ്ങൾക്കും എതിരായി പ്രവർത്തിക്കുകയും ശബ്ദിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും അടിച്ചമർത്താനും കൂടി ഈ അവസരം നമ്മൾ പ്രയോഗിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും അത്തരമൊരു സംഘടിതമായ നീക്കങ്ങൾ നടക്കുന്നതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ്റെ കയ്യിൽ നിന്ന് പണം മേടിച്ച് സ്വന്തം മാതൃരാജ്യത്തെ വിറ്റ് തുലയ്ക്കുന്ന അല്ലെങ്കിൽ വിറ്റ് ജീവിക്കുന്ന വെറും തരംതാണ കുറേ മനുഷ്യരെ ഇപ്പോൾ അകത്താക്കിയിരിക്കുന്നത്. കൂടുതൽ ആൾക്കാർ അകത്താകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, മാവോയിസ്റ്റ് ഭീഷണി ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് തീർന്ന ഒരു അധ്യായമായി, തീർന്ന ഒരു പുസ്തകമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി മാവോയിസ്റ്റ് ഭീഷണി ചരിത്ര പുസ്തകങ്ങളിൽ മാത്രം പരാമർശിക്കപ്പെടുന്ന, അല്ലെങ്കിൽ അത്തരം ഒരു തീവ്രവാദം ഒരു കാലത്ത് ഭാരതത്തിൽ ഉണ്ടായിരുന്നു എന്ന നിലയിൽ, ഒരു പാസ്റ്റ് ടെൻസ് എന്ന നിലയിൽ മാത്രം പറയാവുന്ന ഒന്നായി മാറിയിരിക്കുന്നു മാവോയിസ്റ്റ് ഭീഷണി. അത്ര ചെറുതായിരുന്നില്ല ആ ഭീഷണി. അതിനെ നമ്മൾ നിലയ്ക്ക് നിർത്തി കഴിഞ്ഞിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇനിയും നിലയ്ക്ക് നിർത്തേണ്ടത് ഇസ്ലാമിക ഭീകരവാദമാണ്. സൗദി അറേബ്യ പോലും ഇസ്ലാമിക ഭീകരവാദത്തിനെതിരെ ശക്തമായ നിലപാടുകൾ എടുക്കുന്ന ഈ കാലത്ത് ഭാരതം അക്കാര്യത്തിൽ മടിച്ചു നിൽക്കേണ്ട യാതൊരാവശ്യവുമില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ഹമാസ് പോലെയുള്ള ഭീകര സംഘടനകളുടെ പ്രവർത്തനങ്ങൾ ഇവിടെ നിരോധിക്കണം. ആ ഹമാസിനെ പൊക്കിപ്പിടിച്ചുകൊണ്ട് ഹിന്ദുത്വ വിരോധവും ഹിന്ദു വിരോധവും ഒക്കെയായി നടക്കുന്ന ഇവിടുത്തെ ചില ചവാലി പട്ടികളെ എത്രയും പെട്ടെന്ന് പിടിച്ച് കൂട്ടിലാക്കുകയും വേണം. നമസ്കാരം.